Hi dear friends, welcome to another video. This is Hashim with you. How are you really? I hope you guys are doing absolutely well. Dear friends, last couple of days I could not find the time to post any video in our groups. Last several months I have been going through a very hectic schedule, but believe me guys, that has brought really colorful result in my life. How are you really? Quite often I get this question, how can I improve my English? Yeah, believe me guys, I get so many questions about English language. How can I improve my English skills, English pronunciations, all? In this video, I'm going to share a couple of tips. In coming days, I'm going to share more tips related with English language improvements. That is in this video. Hi dear friends, welcome to my new video once again. Guys, this question, most repeated one. Quite often I get this question, how can I improve my communication ability? How can I improve my English? How can I improve my pronunciation? It's pretty common, Last several years I have been working as an English trainer. I get this question. Most of the time I share many tips. Here onwards I'm going to share some tips in video forms. I share a lot of tips most of the times, probably vary and different from people to people here. If I share a couple of tips, I think those tips will help some, the learners who are advanced level. Sometimes it may not be helpful for them, but if it's a rudimentary or basic level learners, those kind of tips help them immensely. One of the number one tip you have to remember always, this is this. Do not stop learning. Do not stop, right? Do not stop. I know learning a new language is really tough. It's really tough. We have to study a lot of things. We have to study new words, new grammar portion, new sentences, new phrases, so many things we have to learn. So do not stop learning. Sometimes we feel really tough. It's really tough. It's really incredibly hard to find new words. Beginning will be very tough, but if you keep on practicing, definitely everything will be very simple. ഈ ഒരു പോയിന്റ്, അതായത് നിർത്താതിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു പുതിയ ഭാഷ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. വാക്കുകൾ പഠിക്കണം, ഉച്ചാരണം പഠിക്കണം, പുതിയ സെൻറ്റൻസുകൾ പഠിക്കണം, ഗ്രാമർ പോർഷൻസ് പഠിക്കണം. ഗ്രാമർ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയൊരു ഭാഷയാണല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കാനായിട്ട് പറ്റൂ. അപ്പോൾ അണ്ടർ എനി കണ്ടീഷൻ ഡു നോട്ട് സ്റ്റോപ്പ് ദാറ്റ്. നിർത്തിപ്പോവുക എന്നുള്ള പരിപാടി നമുക്കതിൽ ഡു നോട്ട് സ്റ്റോപ്പ്. സോ യു ഹാവ് ടു ഹാവ് എ ഫേം ബിലീഫ്. വളരെ ശക്തമായിട്ടുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകും. അതായത് അണ്ടർ എനി കണ്ടീഷൻ, വാട്ട് എവർ ഇറ്റ് മേ ബി ദ കണ്ടീഷൻ, ഐ വിൽ നോട്ട് സ്റ്റോപ്പ്. അപ്പോൾ നമ്മുടെ പഠിതാക്കളിലൊക്കെ പല ആൾക്കാരും ഗൾഫിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ചിലപ്പോൾ നാട്ടിലേക്കൊരു വെക്കേഷനിൽ വരികയോ അല്ലെങ്കിൽ ചിലപ്പം ജോലിയിൽ വരുന്നൊരു മാറ്റം കൊണ്ടൊക്കെ സംടൈംസ് ദറ്റ് ഹാവ് എ ഡിഫറെൻറ്റ് ഡിസിഷൻ. അവർക്കൊരു വ്യത്യസ്തമായ തീരുമാനത്തിലേക്ക് അവർ എത്തിപ്പെടേക്കാം അല്ലെങ്കിൽ എത്തിച്ചേർന്നേക്കാം. അതോടുകൂടി അവരുടെ പഠനം നിർത്തും. അപ്പോൾ എങ്ങനെ ഒരു കണ്ടീഷനിലായിക്കഴിഞ്ഞാൽ നിർത്തരുത്, തുടരെ ഒട്ടും അവസാനിപ്പിക്കാതെ നമ്മൾ ആ ലക്ഷ്യത്തിലെത്തുന്നത് വരേക്കും പോകും എന്നുള്ള ഒരു ടിപ്പാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഏതൊരു ഭാഷയും പഠിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. നിർത്തരുത്, തുടർന്നുകൊണ്ടേയിരിക്കുക. സംടൈംസ് നമ്മൾ കൂടുതലായിട്ട് ഏറ്റവും ശ്രദ്ധ വരുത്തി ഏറ്റവും ആത്മാർത്ഥതയോട് ചെയ്യുന്ന റിസൾട്ടൊന്നും ചിലപ്പോൾ നമ്മൾ നാട്ടിലിരിക്കുക അല്ലെങ്കിൽ വെക്കേഷനിലാകുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുനാളിൽ പഠിച്ചിരുന്ന അത്ര ഉത്സുകത്തോടു കൂടി, അത്ര ആവേശത്തോടു കൂടിയോ അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാനൊന്നും കഴിഞ്ഞൊന്നും വന്നേക്കില്ല. പക്ഷേ ഒരു കണ്ടീഷനിൽ നിർത്തരുത്, തുടർന്നുകൊണ്ടേയിരിക്കുക. പല രീതിയിൽ തുടരാം. നമുക്ക് ലെസനുകളൊക്കെ ഇന്ന് ഓഡിയോ ഫോംസിലൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോ ഫോംസിലൊക്കെ ഉണ്ട്. ലെസനുകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് കേൾക്കാം. ഒരു ദിവസത്തിൽ കുറച്ച് സമയം ഇംഗ്ലീഷ് പഠിക്കുന്നതിനായിട്ട് ചിലവഴിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വൈദഗ്ധ്യമാണെങ്കിലും നമ്മളത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതായിട്ട് വരും. ഒരു 1000 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 800 മണിക്കൂറൊക്കെ ആവറേജ് ഒരു സ്കില്ലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു സ്കില്ലിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കൽ സാധ്യമല്ല. ആരെങ്കിലൊക്കെ നിങ്ങളോട് 10 മിനിറ്റിനുള്ളിലോ 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ
ഭാഷ പച്ചവെള്ളം പോലെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു മോഹന വാഗ്ദാനം മാത്രമാണ്. ദാറ്റ്സ് ഇംപോസിബിൾ റിയലി. അപ്പോൾ നമുക്കുള്ളിൽ വളരെ ശക്തമായിട്ടുള്ളൊരു കൺവിക്ഷൻ ഉണ്ടാകുക തന്നെ വേണം. നമുക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും എന്ന കൺവിക്ഷനെ പോലെ തന്നെ ഇത് പഠിക്കത്തിരി ശ്രമകരമാണ്. ശരിയായ നിർദ്ദേശവും ശരിയായ ഗൈഡൻസും ഇൻസ്ട്രക്ഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കൽ വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് കഠിനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അണ്ടർ എനി കണ്ടീഷൻ ഐ വിൽ നോട്ട് സ്റ്റോപ്പ്, ഞാൻ നിർത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുക, അതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ലെസൺസ് കേട്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യലി കണ്ടുകൊണ്ടിരിക്കുകയും തുറന്നുകൊണ്ടേയിരിക്കാം. അപ്പോൾ അതൊക്കെ അൺനോയിങ്ലി നമ്മൾ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായ ശ്രദ്ധ അതിലേക്ക് കൊടുക്കാതെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ചാൻസാണ് നൽകുന്നത്. അപ്പോൾ ഈ നിർദ്ദേശം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, ഡു നോട്ട് സ്റ്റോപ്പ്. ചിലപ്പം ചില ആൾക്കാരൊക്കെ ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത് അവർ ഒരു ഇൻ്റർവ്യൂവിൽ പരാജയപ്പെടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം മോശം സംഭാഷണം കൊണ്ട് ചിലപ്പോൾ അവർ നാണക്കേടിലായേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു ലെറ്റർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് അത് ചെയ്യാൻ കഴിയാതെ പോകുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അതിൽ വരുന്ന തെറ്റുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഭാഷാ പഠനവും അതിൽ നിന്ന് നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തുന്നത്. പക്ഷേ യു ഹാവ് ടു ബിലീവ് ദാറ്റ് എല്ലാവർക്കും ഇത്തരത്തിലുള്ള പരാജയങ്ങൾ പറ്റാറുണ്ട്. ലോകത്ത് പ്രതിഭാധരന്മാരായ എല്ലാ മനുഷ്യരും അവരുടെ എല്ലാ പ്രവൃത്തികളിലും ഏർപ്പെടുന്ന സമയത്തും വലിയ പരാജയങ്ങളേറ്റവരാണ്. അപ്പോൾ ഈ പരാജയങ്ങൾ നമുക്ക് വിജയത്തിലേക്കുള്ള പടികളാവണം, അല്ലാതെ ഒരിക്കലും നമ്മളെ നിർത്തുന്ന, ഭാഷാ പഠനം നിർത്തുന്ന ഒരു രീതി ഉണ്ടാവരുത്, നിർത്തുന്ന ശീലം ഉണ്ടാവരുത്. നമ്മൾ റിസൾട്ട് കിട്ടുന്നവരെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട്, ഏറ്റവും ഉഗ്രമായിട്ട്, ഏറ്റവും ഉഷാറായിട്ട്, ഏറ്റവും ഉന്മേഷവാനായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നവരെ തുറന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഈ ടിപ്പ് നിങ്ങൾ ഒരിക്കലും ഫോർഗെറ്റ് ചെയ്യരുത്, മറക്കരുത്. ഡു നോട്ട് സ്റ്റോപ്പ് എന്നുള്ളതാണ്. ഒരു കാരണവശാലും പഠനം നിർത്തരുത്. അത് വ്യത്യസ്ത രീതിയിൽ നമുക്ക് തുറന്നുകൊണ്ടിരിക്കാം. ഓഡിയോ ലെസൺസ് കേൾക്കുക, വീഡിയോ ലെസൺസ് വാച്ച് ചെയ്യുക, എപ്പോഴെങ്കിലും ക്ലാസ് ചാൻസ് ഒക്കെ കിട്ടുമ്പോൾ വീഡിയോ ലെസൺസ് ഒക്കെ വാച്ച് ചെയ്യുക. സൂമിലൊക്കെ ഇന്ന് ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നു, ആ ഫ്രീ ക്ലാസ്സുകൾ കേൾക്കുക. പണം കൊടുത്തിട്ട് കാശ് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനത്തേലും പഠിക്കുക. അങ്ങനെ ഭാഗമാക്കുക. എന്തോ ഒരു സാഹചര്യത്തിൽ നിർത്തിയാൽ പോലും പിന്നീടും തുറന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ടിപ്പ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡു നോട്ട് ഗിവ് അപ്പ് എന്നുള്ളതാണ്. ഒരിക്കലും പഠനം ഉപേക്ഷിക്കാതിരിക്കുക. സ്റ്റോപ്പ് ചെയ്യാത്തത് പോലെ തന്നെയാണ് നിർത്താതിരിക്കുക എന്നുള്ളത്. ഒരിക്കലും നിർത്തില്ല, ഞാൻ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് വരെ ഇതിൽ നിന്ന് നിർത്തില്ല എന്നുള്ള ഉറച്ച ഒരു ആത്മവിശ്വാസം ഉണ്ടാകുക എന്നുള്ളതാണ്. എൻ്റെ പഠിതാക്കളിൽ ബഹുഭൂരിപക്ഷം പേരും ഗൾഫ് രാജ്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അവർ ഒരു സമയത്ത് വെക്കേഷന് ശേഷം ചിലപ്പോൾ തിരിച്ചു വരും, എന്നിട്ട് പിന്നെയും അവർ പഠിച്ചു തുടങ്ങും. ചില സന്ദർഭങ്ങളിൽ നല്ല ഒരു ലെവലിലൊക്കെ അവർ എത്തിക്കാണും, പക്ഷേ ചില സന്ദർഭങ്ങളിൽ അവർ അവസാനിക്കാതെ തുടങ്ങും. അപ്പോൾ ചില നിർദ്ദേശങ്ങൾ ക്ലാസ് റൂമുകളിൽ തന്നെ പല ഘട്ടങ്ങളിലും പല രീതികളിലുമാണ് പോകുന്നത്. ബേസിക് ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ, അഡ്വാൻസ് ലെവൽ. ചില മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചില പാഠഭാഗങ്ങളൊക്കെ എല്ലാവർക്കും സഹായകരമായിരിക്കും, ചില ഭാഗങ്ങൾ എല്ലാ ഭാഗത്തേക്കും സഹായകരമായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഇത്തിരിയൊക്കെ പഠിച്ച ഒരു അഡ്വാൻസ് ലേണർ ആണെങ്കിൽ ചില ലെസണുകളാണ് നിങ്ങൾക്കും എഫക്റ്റീവായിട്ട് കിട്ടുന്നത്. ഇനി ഒരു അഡ്വാൻസ് ലേണർ ആണെങ്കിൽ പോലും ചില ബേസിക് ലെസൺസുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഒരു കാരണവശാലും പഠനം നിർത്താതിരിക്കുക എന്നതുപോലെ തന്നെ ശ്രമങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. സോ ദീസ് 2 points you must remember always, guys. You know that I give a lot of advice. നിങ്ങൾ എത്ര തവണ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പോലും ഒരിക്കലും നിർത്താതിരിക്കുക, ഒരിക്കലും ശ്രമം അവസാനിക്കാതിരിക്കുക എന്നുള്ളതാണ്. Always dream about speaking English fluently. Dreaming about an effortless communication. എപ്പോഴും മനസ്സിൽ നമ്മളിങ്ങനെ നന്നായിട്ട് ഉഷാറായിട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് രൂപീകരിക്കുകയും എത്ര തവണ പരാജയപ്പെട്ടാലും, എത്ര തവണ നിങ്ങളുടെ ഫൗൾട്ടി ഗ്രാമറിൻ്റെ പേരിൽ പഴി കേട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഭാവിയിൽ വരുന്ന ദിവസങ്ങളിൽ നന്നായി സംസാരിക്കുന്നതിനെക്കുറിച്ച് നല്ല പ്രതീക്ഷയോടുകൂടി കാണുക, എന്നിട്ട് കൂടുതൽ ഫലവത്തായ രീതിയിൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരുപാട് ഫ്രീ ഗ്രൂപ്പുകളുണ്ട്, ഫ്രീ പ്രോഗ്രാംസ് ഉണ്ട്, ഫ്രീ ഓഡിയോ ലെസൺസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലൊക്കെ ഇത്തരം ലെസൺസുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഒഴിവ് സമയങ്ങളിലൊക്കെ നിങ്ങൾ ഫൺ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായി തന്നെ അതൊക്കെ വേണം തീർച്ചയായിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഈ ലെസണുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. 2 പോയിൻ്റ് എപ്പോഴും നിങ്ങൾ
ഓർമ്മയിലിരിക്കുക. എത്ര ഭാഷാ പഠനത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഭാഷ പഠിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഭാഷയിൽ വൈദഗ്ധ്യമില്ലാത്തതുകൊണ്ട് എത്ര നാണക്കേടിലായി കഴിഞ്ഞാൽ പോലും ഓരോ തവണ പഠിക്കാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴും ചിന്തിക്കുക, I will not stop this. I will not stop this. I do not stop this. ഞാനിത് നിർത്തില്ല, ഞാനിത് നിർത്താനായിട്ട് പോകുന്നില്ല. And I will never give up. ഞാനിത് ഒരിക്കലും ഉപേക്ഷിക്കില്ല. So you have to believe and you have to write somewhere, I believe that never give up and never stop. I will never stop learning English. I will never give up learning English. These are the two messages I would like to share with you guys. I hope that you have enjoyed my video. I think some new learners are here. If you are new to my channel, do not forget to subscribe my channel and push the bell icon to get new notification. Alright? Once again, thank you very much for watching my video. If you like my video, do not forget to share with your friends and family members. Right? Until we meet next time, goodbye.